നമുക്ക് ഇന്നൊരു പുതിയ അതിഥിയെ പരിചയപ്പെടാൻ ഞാൻ ആദ്യമേ ഇത് പറഞ്ഞിരുന്നു. മനോജ് കെ പുതിയവിളയുമായ അഭിമുഖമാണ് അടുത്തത്. ഇത്തവണ വാരമുദ്രയ്ക്ക് ഒരതിഥിയുണ്ടെന്ന് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. കൈരളിയുടെ പ്രേക്ഷകർ ദീർഘകാലമായി ആവശ്യപ്പെട്ടിരുന്ന ഒരു മുഖമാണിത്. മനോജ് കെ പുതിയവിള, കൈരളിയുടെ തിരുവനന്തപുരം ലേഖകന്മാരിൽ ഒരാളാണ് മനോജ് പുതിയവിള. മനോജ് പുതിയവിളയെ വാരമുദ്രയിലേക്ക് സ്വാഗതം ചെയ്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മനോജ് കെ പുതിയവിള അല്ലേ? മനോജ് കെ പുതിയവിള യഥാർത്ഥത്തിൽ ജീവിതം ആരംഭിക്കുന്ന, ഈ പ്രൊഫഷൻ ആരംഭിക്കുന്ന യഥാർത്ഥത്തിൽ ബാല സാഹിത്യ മാസികയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ്. അതിന് ജേർണലിസ്റ്റ് എന്ന് പറയാൻ പാടില്ല, സാഹിത്യ ജേർണലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ബാലമാസികയിൽ ജോലി ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു മീഡിയയിലേക്ക് കടന്നു വരുന്നത്. അത് കഴിഞ്ഞ് സയൻസ് മാസികയിൽ അല്ലേ, ശാസ്ത്ര മാസികയിലാണ് മനോജ് കെ പുതിയവിള ജോലി ചെയ്യുന്നത്. പിന്നീടാണ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് അടങ്ങിയ ഡെവലപ്മെൻറ്റൽ ജേർണലിസം പ്രധാന സംഭവമാക്കിക്കൊണ്ട്, പ്രധാന ഏരിയ ആക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. അത് കഴിഞ്ഞ് പൊളിറ്റിക്കൽ ജേർണലിസ്റ്റിലേക്ക് വന്നു. ഇപ്പോൾ തലസ്ഥാനത്തെ ലേഖകനാണ് മനോജ് കെ പുതിയവിള. നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഏറ്റവും പ്രാധാന്യം കിട്ടുന്ന തലസ്ഥാന ലേഖകന്മാർക്കാണ് ഒരു മീഡിയയിൽ. തലസ്ഥാനത്ത് വാർത്തകളൊന്നുമില്ല എന്ന് പറയാനെങ്കിലും തലസ്ഥാനത്ത് ഒരു ലേഖകൻ വേണമെന്നാണ് അവസ്ഥ. അതേ അവസരത്തിൽ റീജിയനായിട്ട്, ലോക്കലായിട്ട് വർക്ക് ചെയ്യുന്ന, ഉൾനാടുകളിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ തലസ്ഥാനമല്ലാത്ത നഗരങ്ങളിൽ വർക്ക് ചെയ്യുന്ന ലേഖകന്മാർക്ക് പൊതുവെ പ്രാധാന്യം കിട്ടാറില്ല. അവരെത്ര നല്ല സ്റ്റോറി ചെയ്തിട്ടുണ്ടെങ്കിലും. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് പൊതുവേ നമ്മുടെ മാധ്യമങ്ങളധികവും വാർത്തകളുടെ കാര്യത്തിൽ രാഷ്ട്രീയ വാർത്തകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയ വാർത്തകൾ അധികവും ഒറിജിനേറ്റ് ചെയ്യുന്നത് തലസ്ഥാന നഗരത്തിലായിരിക്കും. പ്രധാനമന്ത്രിമാർ, ഭരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖർ, ഇവരെല്ലാം ഉള്ള സ്ഥലം എന്നുള്ള മട്ടിൽ ഈ വാർത്തകൾ ഉണ്ടാകുന്ന അധികവും തലസ്ഥാന നഗരത്തിലായിരിക്കും. പക്ഷേ ഈ തലസ്ഥാനത്ത് തീരുമാനിക്കപ്പെടുന്ന പല കാര്യങ്ങളും ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമരംഗത്ത് പലപ്പോഴും ഇത്തരം ഗ്രാമീണമായ വാർത്തകൾക്ക് വേണ്ടത്ര സ്ഥാനം കിട്ടാതെ പോകുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് രണ്ടും ചെയ്തിട്ടുണ്ട്. ഞാൻ വാർത്താലേഖകൻ എന്നുള്ള മട്ടിലല്ലാതെ തന്നെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ വളരെ ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട്, പിന്നെ ആദിവാസി മേഖലകളിൽ പോയിട്ട് ആ സ്ഥലങ്ങളെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പത്തനംതിട്ട ജില്ലയിലെ ചില വനമേഖലകളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ 20 കിലോമീറ്റർ വരെ വനത്തിലൂടെ യാത്ര ചെയ്ത് സ്കൂളിലെത്തേണ്ട കുട്ടികൾ, അവർ പഠിക്കുന്ന സ്കൂളിൻ്റെ ശോച്യാവസ്ഥ, അതുപോലെ ആദിവാസി കോളനികൾ, വൈദ്യുതി, വെള്ളം ഇതൊന്നുമില്ലാതെ ഒരു സോളാർ പാനലും അതിൻ്റെ വൈദ്യുതിയും ഒരു വിളക്കും മാത്രമുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അത് ന്യൂസിൽ വന്നിട്ടുള്ളതിനേക്കാൾ കൂടുതൽ സമകാലികം പോലുള്ള കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമുകളിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനിപ്പോൾ കൈരളിയിൽ ചേർന്ന ശേഷം കൂടുതൽ നാളും ജോലി ചെയ്തത് ന്യൂസ് ഡെസ്കിലായിരുന്നതുകൊണ്ട് റിപ്പോർട്ടിങ്ങിലേക്ക് വന്നത് 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ നാളും റിപ്പോർട്ടിങ്ങിലല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് അപ്പം ഇത്തരം കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമുകളിലാണ് ഞാൻ അന്ന് ഫോക്കസ് ചെയ്തിരുന്നത്. അതിലൊരുപാട് ഗ്രാമീണമായ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ന്യൂസ് ബുള്ളറ്റിനുകളിൽ അതിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടാതെ പോകുന്നുണ്ട്. കാരണം കൂടുതൽ റിപ്പോർട്ടർമാർ നഗരപ്രദേശങ്ങളിലാണുള്ളത്, അല്ലെങ്കിൽ തലസ്ഥാന ജില്ലകളിലാണുള്ളത്. അപ്പം ഡൽഹിയിൽ നിന്നായാലും തിരുവനന്തപുരത്തു നിന്നായാലുള്ള വാർത്തകൾക്കായിരിക്കും പലപ്പോഴും പ്രാധാന്യം കിട്ടിപ്പോകുന്നത്. ദൗർഭാഗ്യകരമായൊരു വസ്തുതയാണ്, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്, നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. മനോജിനെ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഇതാണ്, ഈ നഗരത്തിൽ തലസ്ഥാനത്ത് വർക്ക് ചെയ്യുന്നതാണോ, അല്ല കോഴിക്കോട് പോലുള്ള ചില ഏരിയകളിൽ വർക്ക് ചെയ്യുന്നതാണോ? അല്ല, അത് പ്രാദേശികമായിട്ട് അല്ല ഞാൻ ഇതിനെ കാണുന്നത്. ഇപ്പം നഗരത്തിലാണെങ്കിൽ തന്നെ നഗരത്തിലെ ജനങ്ങളുടെ വളരെ ഗൗരവമേറിയ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തിരുവനന്തപുരത്ത് വന്ന ശേഷം ആദ്യം ചെയ്ത വാർത്തകളിലൊന്ന് ഈ നഗരത്തിൻ്റെ നടുവിൽ ഡ്രെയിനേജ് പൊട്ടി ഒഴുകുന്നതിനെക്കുറിച്ചാണ്. നഗരത്തിന് ഇന്നുള്ള ഈ കക്കൂസ് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ട കപ്പാസിറ്റി ഇല്ലാത്ത സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അധികൃതർ തന്നെ ഇത് സിറ്റിയിൽ പല സ്ഥലങ്ങളിലും, വളരെ പ്രധാനപ്പെട്ട ജനവാസ മേഖലകളിൽ ഇത് തുറന്നു വിട്ടിരിക്കുകയാണ്. ഇത് കാര്യമായ ഒരു മീഡിയ അറ്റൻഷൻ ഞാൻ വരുന്നവരെ കിട്ടിയിട്ടില്ല. ഞാനതിനെക്കുറിച്ച് സമകാലികത്തിൽ പ്രോഗ്രാം ചെയ്യുകയുണ്ടായി, വാർത്തയിൽ ചെയ്യുകയുണ്ടായി. ഞാൻ പറഞ്ഞ എനിക്ക് ഈ ഏത് ഏരിയ, നഗരത്തിൽ ചെയ്യുന്നോ ഗ്രാമത്തിൽ ചെയ്യുന്നോ എന്നുള്ളതല്ല, ഈ വാർത്തയുടെ സ്വഭാവം, ഇപ്പോൾ ഈ പറഞ്ഞ ഉന്നത രാഷ്ട്രീയ അത്തരം വാർത്തകൾ അത് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് കുറെ കൂടെ വ്യക്തിപരമായ താല്പര്യം ഇത്തരം ജനങ്ങളുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ തീവ്രമായ പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യമുള്ളത്. അപ്പം ഞാൻ പത്തനംതിട്ടയിൽ ഞാൻ പറഞ്ഞ കാര്യം, അവിടെ നാട്ടിൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടല്ല, അല്ലാതെ ഈ കറണ്ട് അഫയേഴ്സിന് വേണ്ടി പോയ കൂട്ടത്തിൽ തന്നെ പമ്പാ നദിയിൽ മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്.
അങ്ങനെ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത് അത്തരം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഹ്യൂമൻ ഇൻട്രസ്റ്റ്, അതെ സോഷ്യൽ ഇഷ്യൂസ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം ഇപ്പം ഞാൻ വാർത്തകളിലേക്ക് തന്നെ വരികയാണ്. ഇപ്പം നമ്മുടെ വാർത്തകളുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ദൃശ്യമാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന വാർത്തകളുടെ പൊതു സ്വഭാവം അനുസരിച്ച് വാർത്തയുടെ പ്രധാന ഭാഗങ്ങൾ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ, പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ പ്രസ്താവനകൾ, ഭരണത്തിൽ നിന്നുള്ള ചില റിപ്പോർട്ടിംഗ് മുതലുള്ള ചില സാധനങ്ങൾ, ഇതാണ് ഇതിൻ്റെ പ്രധാന ചങ്കായിട്ട് പോകുന്നത്. സാധാരണ ഹ്യൂമൻ സ്റ്റോറികൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിലേറ്റഡ് സ്റ്റോറി അല്ലെങ്കിൽ സോഷ്യൽ റിലേറ്റഡ് സ്റ്റോറീസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് സ്റ്റോറീസ് പൊതുവെ കുറവാണ്. അതിന് ഏറ്റവും അവസാനത്തെ ഒരു ഇടമാണ് ഉണ്ടെങ്കിൽ തന്നെ ഒരു സോഫ്റ്റ് സ്റ്റോറി എന്ന നിലയിൽ അല്ലേ, ഒരു പ്രത്യേക സ്റ്റോറി എന്നുള്ളൊരു കഥ എന്നുള്ളതിൽ ഏറ്റവും അവസാനത്തെ ഒരു ചങ്കാണ് കിട്ടാറ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ നമ്മളെ വാർത്തകൾ വേണ്ടത്? നമ്മളെപ്പോഴൊരു ചാനലിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൈരളി ടിവിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അരമണിക്കൂർ ബുള്ളറ്റിനുകളേ ഉള്ളൂ. അപ്പോൾ ഈ അരമണിക്കൂർ ബുള്ളറ്റിനുകൾ വൈകിട്ട് ആ ബുള്ളറ്റിൻ ഓഫ് ദി ഡേ എന്ന് പറയാവുന്ന വൈകിട്ട് 7 മണിക്കുള്ള ബുള്ളറ്റിനാണ്, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ചെറിയ മാറ്റകയറ്റങ്ങളോടെ 10:30 വരുന്ന വാർത്തയാണ്. അപ്പോൾ ഈ വാർത്തകളിൽ ആകെ ഈ അരമണിക്കൂറിൽ നമുക്ക് ദേശീയവും സംസ്ഥാന തലസ്ഥാനവും ഒക്കെ ബന്ധപ്പെട്ടുണ്ടാകുന്ന അന്നന്നത്തെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സും മറ്റ് ഔദ്യോഗിക തീരുമാനങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ റിയാക്ഷൻസ്, ഇത് നമുക്ക് ഉൾപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഈ സമയത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് പലപ്പോഴും നല്ല സ്റ്റോറികൾ, നല്ല മീൻസ് ഈ പറഞ്ഞ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന സ്റ്റോറികൾ, ഇത്തരം വാർത്തകൾ പലപ്പോഴും ന്യൂസിൽ നിന്ന് മാറ്റിവെക്കപ്പെടേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത് നമ്മുടെ പിറ്റേന്ന് രാവിലെയുള്ള വാർത്തയിലോ അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള വാർത്തയിലോ ഒക്കെയാണ് അത് പലപ്പോഴും പോവുക. വൈകുന്നേരം ആകുമ്പോഴേക്കും അന്നത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളിച്ച് വരുമ്പോൾ ഇത്തരം വാർത്തകൾക്ക് ഇടം കിട്ടാതെ പോകുന്നുണ്ട്. അതിന് ഒരു സൊല്യൂഷൻ മറ്റിപ്പോൾ ന്യൂസ് ചാനലുകളൊക്കെ ഒരുപാട് വന്നതുപോലെ കൈരളിക്ക് വാർത്തയുടെ സമയം ദീർഘിപ്പിക്കുക, അല്ലെങ്കിൽ അത്തരം വാർത്തകൾക്ക് വേണ്ടി പ്രത്യേക ബുള്ളറ്റിനുകൾ ആലോചിക്കുക, അങ്ങനെയൊക്കെയുള്ള മാർഗ്ഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ആരായേണ്ടി വരും. ഈ കുറച്ചു കാലം മനോജ് പ്ലാനിംഗ് ബോർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ജനകീയ സ്വതന്ത്ര കാലഘട്ടത്തിലൊക്കെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള റിപ്പോർട്ടിങ്, അതിനെക്കുറിച്ചുള്ള സ്റ്റോറി ഉണ്ടാക്കിയൊക്കെ ആയിട്ട് കുറേ കാലം പ്ലാനിംഗ് ബോർഡിലുണ്ടായിരുന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. യഥാർത്ഥം നമ്മൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, നമ്മുടെ ഗ്രാമങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, നമ്മുടെ ജനജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ അത് ഉപകരിച്ചിരുന്നു. തീർച്ചയായിട്ടും ഉപകരിച്ചു എന്ന് മാത്രമല്ല, അത് ആ തരത്തിൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ മാത്രമല്ല, വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് സാമ്പത്തിക സിദ്ധാന്തങ്ങൾ, സാമ്പത്തികമായി പണത്തിൻ്റെ വരവ് പോക്ക് സംബന്ധിച്ച കാര്യങ്ങൾ, ഇത്തരം ഒരുപാട് സാങ്കേതികമായ വിവരങ്ങളുണ്ട്. ഈ വക കാര്യങ്ങൾ ഒരുപാട് മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡെവലപ്മെൻറ്റ് ജേർണലിസം പഠിക്കുമ്പോൾ ഒരു പേപ്പറായിട്ട് നമ്മൾ പഠിക്കും. പക്ഷേ അത് പിന്നീട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ അധികം അവസരങ്ങൾ ഉണ്ടാകാറില്ല. അപ്പം അത് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഗ്രാമങ്ങളിൽ അന്ന് ജനകീയാസൂത്രണം ശരിക്കും ഒരു വികസനപരമായ ഒരു മുന്നേറ്റമായിരുന്നു ജനങ്ങളുടേതായ ഇനിഷ്യേറ്റീവ്. അപ്പോൾ അവർ സ്വയം കണ്ടെത്തിയ ഒരുപാട് പുതിയ പുതിയ പരീക്ഷണങ്ങൾ, ഈ പരീക്ഷണങ്ങൾ മറ്റ് നാടുകളിലേക്ക് പറിച്ചു നടന്നതിൻ്റെ രീതികൾ, ഇങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് 1-2 പുസ്തകങ്ങൾ തന്നെ അന്ന് പ്ലാനിംഗ് ബോർഡിന് വേണ്ടി എഴുതുകയുണ്ടായി. ഈ സംഭവങ്ങളിൽ പലതും പിന്നീട് ഞാൻ മലയാളം വാരികയിലേക്ക്, സമകാലിക മലയാളം വാരികയിലേക്ക് മാറുമ്പോൾ അവിടെ ചെന്ന ശേഷവും എനിക്ക് ഇത്തരം വാർത്തയിൽ പലതിൻ്റെയും ഫോളോ അപ്പുകൾ ചെയ്യാൻ പറ്റി. അതിൽ എടുത്തു പറയാവുന്ന ഒരു സംഭവമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉണ്ട്. ഇപ്പോൾ അവർ 80ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഘോഷ പരിപാടികൾ നടക്കും. അപ്പോൾ ആ സഹകരണ സംഘത്തെക്കുറിച്ച് ഞാനവിടെ പോയി വളരെ വിശദമായി വിവരങ്ങൾ ശേഖരിച്ച് സമകാലിക മലയാളം വാരികയിൽ ഒരു ലേഖനം എഴുതുകയുണ്ടായി, ഊരാളുങ്കൽ പെരുമ എന്ന് പറഞ്ഞിട്ട്. അത് ആ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച വികസനോന്മുഖ റിപ്പോർട്ടിനുള്ള അവാർഡ് ആ വർഷം നേടി. അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്, പക്ഷേ വാരമുദ്രയുടെ സമയം പരിമിതമാണ്. മനോജ് കെ പുതിയപിള്ളയെ പരിചയപ്പെടുത്താൻ, വാരമുദ്രയുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം തന്നെയാണ് മനോജ് പുതിയപിള്ളയെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഈ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച എന്ന് പറഞ്ഞാൽ ബാലസാഹിത്യ മാസിക മുതൽ ഇങ്ങനെ അവസാനം TV മീഡിയ വരെ, ടി വി ജേർണലിസ്റ്റ് എന്നതുവരെ പ്രവർത്തിച്ച മനോജ് കെ പുതിയപിള്ളയുടെ അനുഭവ മേഖല വളരെ വിപുലവും വിശാലവുമാണ്. അത് മുഴുവനും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഏതായാലും ഈ അഭിമുഖത്തിൽ പങ്കെടുത്തതിന് വാരമുദ്രയുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. പ്രേക്ഷകർക്ക് ആവശ്യപ്രകാരമാണ്, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, പ്രേക്ഷകർ ആവശ്യപ്രകാരമാണ് മനോജ് പുതിയപിള്ളയെ ഞങ്ങളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമസ്കാരം. ഇന്നത്തെ വാരമുദ്ര ഇവിടെ അവസാനിക്കുകയാണ്. വാരമുദ്രയിൽ കത്തുകൾ അയച്ച എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി.